ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽക്ക്, ബട്ടർ, കാഷ്യൂ, ചോക്ലേറ്റ്, ഷുഗർ, ഗോതമ്പൊടി. ഇനി നമുക്കൊരു പാൻ സ്റ്റവിൽ വെക്കാം. ഗോതമ്പൊടിയിലേക്ക് അല്പം പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. പൊടിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെ പാല് ഇവിടെ കുറുക്കി വന്നിട്ടുണ്ട്. തയ്യാറാക്കി വെച്ച ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇളക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ടെടുക്കാം. ഇതിലിപ്പോ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാൻ 40 സെക്കൻഡാണ് അടിച്ചെടുത്തത്. ഇതിപ്പം ക്രീമിയായി വന്നിട്ടുണ്ട്. അടിച്ചു വെച്ച ബട്ടറിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം റെഡി ആയോ നോക്കാം. ഇപ്പൊ നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.